റാഗിപ്പൊടി കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ട ഞാൻ തയ്യാറാക്കുന്നത്. സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 1.25 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളം അതിൻ്റെ നേരെ ഇരട്ടിയെടുക്കുന്നുണ്ട്. ഒരു 2.5 ഗ്ലാസ് പച്ചവെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദോശമാവിനൊക്കെ കലക്കുന്ന പോലെയാണ് നമ്മളിത് കലക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഡയറക്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നില്ല അതുപോലെയും ചെയ്തെടുക്കും. അപ്പോൾ ഒഴിക്കുന്ന സമയത്തും നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ പൊടി ഇങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കരുത്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഒരു ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ കട്ടയായിട്ട് വരും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് കട്ടയാവുന്ന ആ ഒരു സമയം നമുക്ക് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും, കൈ കുറച്ച് വേദനിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ റെസ്റ്റില്ലാണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. നമ്മൾ കൈവിടാണ്ട് അങ്ങനെ ഇളക്കണം, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ എണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായി തോന്നുന്ന സമയത്ത് എണ്ണ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ ഹലുവയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ വേണം കേട്ടോ നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ മാവ് റെഡി ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണമെന്നൊന്നുമില്ല. ഏകദേശം ഒന്ന് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് ബോളുകളാക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കേട്ടോ ഞാൻ ഇത് ഉരുട്ടിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് സ്റ്റീമറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടോ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ രണ്ടും ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. അപ്പോൾ റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പറ്റലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇഡ്ഡലി തട്ടിലും അടിയിൽ എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റാഗി ഉണ്ടകൾ ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇത് ആവിക്ക് 1-2 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഉണ്ടകൾ റെഡിയായി.